ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ലോഗ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് അർദ്ധരാത്രി ഉണ്ടായ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുക്കർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ മന്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. മന്തി എന്ന് പറയുമ്പോൾ മന്തിയുടെ റൈസ് ഇല്ലാണ്ട് എങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മന്തിയുടെ റൈസ് സെറ്റാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഓയിലാണോ ഉള്ളത് അത് ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുരുമുളക്, പട്ട, ബേ ലീവ്സ്, ജീരകം, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നാരങ്ങ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉണക്കനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ പകുതി വേവ് മതി കേട്ടോ. ഒരു 50% വേവ് നമുക്ക് മതിയാവും കേട്ടോ അതിൽ. അതിന് ബാക്കിയുള്ളത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 50% വേവ് നമുക്ക് മതിയാവും. റൈസ് നമ്മൾ ഓൾറെഡി അരമണിക്കൂറോളം നമ്മൾ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്രയും നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലെഗ് പീസായിട്ട് ഹോളായിട്ടുള്ള ലെഗ് പീസായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, സവാളയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഹോം മെയ്ഡ് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തക്കാളി നന്നായിട്ട് പ്യൂരിയാക്കി അരച്ചെടുക്കണം കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുക്കും. ഒരു തക്കാളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് മാഗി ക്യൂബാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മന്തിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ മസാല തന്നെയാണ്. അപ്പോൾ മാഗി ക്യൂബ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കട്ട പോലെ തന്നെ കിടക്കും, അത് ചിക്കനിൽ പിടിക്കാതെ വരും. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നത് കേട്ടോ. പിന്നീട് ഇതിലേക്ക് നമുക്ക് ബേ ലീവ്സും പട്ടയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ തക്കോലമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബേ ലീവ്സും പട്ടയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം മസാല നമ്മൾ ചേർക്കുന്നില്ല. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പാട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗി ക്യൂബിന് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ കേട്ടോ. പിന്നീട് ലേശം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഏറെക്കുറെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പണി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാവേ. അപ്പം നമ്മുടെ അരിയൊക്കെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ്റെ പുറകെ പോയപ്പോൾ ഒരു പകുതി വേവിൽ ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു 60% ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം. നമുക്കതൊരു ഊറ്റുകൊട്ടയിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ടത് ഊറി കഴിയുമ്പോൾ നമുക്കത് ചിക്കൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവേ. റൈസ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഒതുക്കി വെക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് 3-4 പച്ചമുളക് ഒന്ന് കുത്തി വെക്കണം കേട്ടോ. അതിനുശേഷം ഞാനതിന് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ചേർക്കുന്നത്. നമ്മൾ മന്തിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ കളറ് കാണുന്നുണ്ടാവില്ലേ, 2 കളറിലൊക്കെ മന്തി അവൈലബിൾ ആവാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ആട്ടോ വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കർ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്